ഹായ് ഓൾ. STM32 ഡ്രൈവർ ഡെവലപ്മെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിരുന്നു, അതിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരുന്നു. നമ്മൾ മെയിനായിട്ട് ചെയ്തത് നമ്മളൊരു ഡ്രൈവർ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു ആൻഡ് അതിനകത്ത് നമ്മൾ 2 സബ് ഫോൾഡേഴ്സും കൂടെ ക്രിയേറ്റ് ചെയ്തു അല്ലേ. നമ്മുടെ ഹെഡർ ഫയൽസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു INC എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ C കോഡ്സ്, അതായത് നമ്മുടെ സോഴ്സ് കോഡ്സ് ഇടാനായിട്ട് നമ്മൾ SRC എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ബോർഡ് സ്പെസിഫിക് ഹെഡർ ഫയലിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എഴുതി തുടങ്ങാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നമ്മളത് ഇടുക, നമ്മുടെ ഹെഡർ ഫയൽസ് എല്ലാം ഇടുക INC എന്ന് പറയുന്ന ഫോൾഡറിനകത്താണെന്ന് പറഞ്ഞു. സോ അത് ചെയ്യാനായിട്ട് നിങ്ങളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂവിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഹെഡർ ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. സോ ഈ ഹെഡർ ഫയൽ ചൂസ് ചെയ്യുക. ഹെഡർ ഫയൽ ചൂസ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ സോഴ്സ് ഫോൾഡർ എല്ലാം വന്നിട്ടുണ്ട്, ഡ്രൈവേഴ്സിനകത്ത് INCക്കകത്താണ് വന്നിട്ടുള്ളത്. സോ ഈ ഹെഡർ ഫയൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് നമ്മുടെ ഫയലിൻ്റെ പേര് മെൻഷൻ ചെയ്യുക. സോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബോർഡ് സ്പെസിഫിക് ഹെഡർ ഫയൽ, അതായത് ആ ബോർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഹെഡർ ഫയലാണ്. മെയിനായിട്ട് അതിനകത്ത് ഉണ്ടാവുക കുറേ അഡ്രസ്സുകളും, പെരിഫറൽസിൻ്റെ അഡ്രസ്സും, ബസ്സിൻ്റെ അഡ്രസ്സും, മെമ്മറിയുടെ അഡ്രസ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ബോർഡ് ഞാൻ പറഞ്ഞിരുന്നു STM32 F446RE എന്ന് പറയുന്ന ബോർഡാണ്. സോ ഞാനിവിടെ അത് റിലേറ്റഡ് ആയിട്ട്, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബോർഡ് വേറെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചില അഡ്രസ്സുകളൊക്കെ കുറച്ച് വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും F4 സീരീസിലൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളുണ്ട്. ഡിസ്കവറി ബോർഡ് ആണെങ്കിൽ വേറെ കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് ഈ ഹെഡർ ഫയലിന് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് STM32 F446 എൻ്റെ RE എന്ന് പറയുന്ന സീരീസാണ്. പക്ഷേ അത് യൂഷ്വലി ഒരു ജനറിക് ഇതായിട്ട് ഞാനതിനെ HS എന്ന് എടുക്കുകയാണ്. ഓക്കെ, hh.h എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഹെഡർ ക്രിയേറ്റ് ചെയ്തു, STM32 F446 hh.h. ഇതിനകത്തായിരിക്കും എൻ്റെ ബോർഡ് റിലേറ്റഡ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാനതവിടെ ഫിനിഷ് കൊടുത്തു. ഫിനിഷ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, അതിവിടെ ജനറേറ്റ് ആയതായിട്ട് കാണാനായിട്ട് പറ്റും. ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, STM32 F446 hh.h എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഫോൾഡറിനകത്താണ് നമ്മൾ നമ്മുടെ കോഡുകളെല്ലാം, നമ്മുടെ ബോർഡ് സ്പെസിഫിക് കോഡുകളെല്ലാം നമ്മൾ ഇവിടെ എഴുതാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട്, അത് എഴുതി തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഇത് എഴുതണമെങ്കിൽ നമുക്ക് ഈ ബോർഡിൻ്റെ കുറേ അധികം ഡീറ്റെയിൽസ് കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കുറച്ച് ഫയൽസ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഏതൊക്കെയാണ് ഇതിൻ്റെ ഡാറ്റ ഷീറ്റും റഫറൻസ് മാനുവലും ഡൗൺലോഡ് ചെയ്ത് വെക്കണം എന്നുള്ളത്. സോ ഈ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ റഫറൻസ് മാനുവൽ നിന്നാണ്. ഓക്കെ, ഞാൻ ആ റഫറൻസ് മാനുവൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് ആ റഫറൻസ് മാനുവൽ. ഓക്കെ, അപ്പോൾ ഈ റഫറൻസ് മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേ സെക്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ റിലേറ്റഡ് കാര്യങ്ങളുണ്ട്, ബസ് മെമ്മറി ആൻഡ് ബസ് ആർക്കിടെക്ചർ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മെമ്മറി ഡിവിഷൻ എങ്ങനെയാണ് പോയിട്ടുള്ളത്, മെമ്മറി മാപ്പ്, അതിൻ്റെ രജിസ്റ്റർ ബൗണ്ടറീസ് എങ്ങനെയാണ് പോയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ പെരിഫറലും ഏത് അഡ്രസ്സിനകത്താണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ ഇതിൻ്റെ ഓരോ രജിസ്റ്റർ ലെവൽ ഡീറ്റെയിൽസും, ഓരോ രജിസ്റ്ററിൻ്റെ അഡ്രസ്സും, ആ രജിസ്റ്റർ എന്താണ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രോപ്പറായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നമ്മുടെ എംബഡഡ് സിസ്റ്റം കോഴ്സിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ആ കോഴ്സ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ആ ഒരു ഭയങ്കര ഡെപ്തിലോട്ട് പോകുന്നില്ല, അതിൻ്റെ ബേസിക്സിലോട്ട് പോകുന്നില്ല. എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഞാനത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ഡ്രൈവറിനകത്ത് ആദ്യമായിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ മെമ്മറി, അതായത് നമ്മൾ ഇതിനകത്ത് പല ടൈപ്പ് മെമ്മറീസ് ഉണ്ട്. അതായത് ഫ്ലാഷ് മെമ്മറി, SRAM, അതേപോലെ തന്നെ ROM, അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ബേസ് അഡ്രസ്സുകൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഡ്രൈവറിന് പറഞ്ഞു കൊടുക്കാനായിട്ട് പോവുകയാണ്. സോ അതാണ് ഞാൻ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സീനകത്ത് മാക്രോസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ മാക്രോസ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ C പ്രോഗ്രാമിംഗ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ മാക്രോസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെമ്മറി മാപ്പ് ഞാൻ എടുക്കുകയാണ്. ഇതാണ് അതിൻ്റെ മെമ്മറി മാപ്പ്. ഓക്കെ, അപ്പോൾ ഈ മെമ്മറി മാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്യാം. ഇതൊന്ന് സൂം ഇൻ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് 0000 എന്ന് തുടങ്ങിയിട്ടുണ്ട് ആൻഡ് എൻഡിങ് അഡ്രസ്സ് FFFFലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിന് ഓരോന്നിനും അവർ പല ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ, പല മെമ്മറി ബ്ലോക്കുകൾ ഏതൊക്കെയാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ APB ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 40000 എന്നാണ്. അത് കഴിഞ്ഞിട്ട് APB2 സ്റ്റാർട്ട് ചെയ്യുന്നത് 400100 എന്നാണ്. അങ്ങനെ അതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്താണ്, എൻഡിങ് അഡ്രസ്സ് എന്താണെന്നുള്ളത് ഈ ഒരു ഇമേജിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടും. ഇത് നിങ്ങളുടെ റഫറൻസ് മാനുവലിനകത്ത് മെമ്മറി മാപ്പ് ആൻഡ് രജിസ്റ്റർ ബൗണ്ടറി അഡ്രസ്സസ് എന്ന്
എന്ന് പറയുന്ന സെക്ഷനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എൻ്റെ ഇതിനകത്ത് അത് 57ാമത്തെ പേജിലാണ്. നിങ്ങളുടെ റെഫറൻസ് മാനുവൽ വേറെ ബോർഡിൻ്റെ ആണെങ്കിൽ അത് വേറെ പേജിനകത്തായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ നോക്കാൻ പോകുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, ഈ ഒരു സെക്ഷനാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അതായത് ഇവിടെ SRAM എന്ന് പറഞ്ഞ് തുടങ്ങി ഇവിടം വരെ പോകുന്ന ഈ സെക്ഷനകത്തുള്ള ഡിവിഷൻസ് ആണ് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മെമ്മറി റിലേറ്റഡ് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സാധനം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലാഷ് മെമ്മറിക്കകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാഷ് മെമ്മറിയുടെ അഡ്രസ്സ് ഇവിടെ 08000000 എന്ന് പറഞ്ഞിട്ടാണ് ഫ്ലാഷ് മെമ്മറിയുടെ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ മെമ്മറീസ് എല്ലാം നമ്മുടെ ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിടുക എന്നുള്ളതാണ്. ഒന്നും കൂടെ ഞാൻ സൂം ചെയ്യാം. സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഫ്ലാഷ് മെമ്മറി. ഓക്കെ, ഫ്ലാഷ് മെമ്മറിയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഇതാണ്. സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഇതിന് നമ്മൾ ബേസ് അഡ്രസ്സ് എന്നാണ് പറയാം. സോ ആദ്യം നമുക്ക് ഇതൊന്ന് നമ്മുടെ കോഡിനകത്തൊന്ന് മെൻഷൻ ചെയ്തിടാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, ഞാൻ പറഞ്ഞു ഒരു മാക്രോൺ ഉപയോഗിക്കുന്നത്. സോ #define എന്ന് പറയുന്ന മാക്രോൺ ഞാൻ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇവിടെ ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത് എൻ്റെ ഏത് അഡ്രസ്സായിരുന്നു, എൻ്റെ ഫ്ലാഷ് മെമ്മറിയുടെ അഡ്രസ്സാണ് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫ്ലാഷ് മെമ്മറിയുടെ അഡ്രസ്സ് നമുക്കിവിടെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നത് ഫ്ലാഷ് ബേസ് ADDR എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാം. ഓക്കെ, ഫ്ലാഷ് ബേസ് ADDR. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഞാൻ തൽക്കാലത്തേക്ക് ഒരു പേര് കൊടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു പേര് കൊടുക്കുന്നതാണ്. അതിനുശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ പേര് മാറ്റണമെങ്കിൽ മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അണ്ടർസ്കോർ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. ഇപ്പം ഞാൻ വേണമെങ്കിൽ ഇത് ഫ്ലാഷ് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ബേസ് ADDR ഇങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് കൊടുക്കാം. പക്ഷേ നിങ്ങൾ മേക്ക് ഷുവർ നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത്. ആൻഡ് ഇവിടെ ഞാൻ നമ്മുടെ ബേസ് അഡ്രസ്സ് കൊടുക്കാനായിട്ട് പോകുന്നത്. സോ ഇതിൻ്റെ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ, റഫറൻസ് മാനുവലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് അഡ്രസ്സ് നമുക്കിവിടെ കിട്ടും. സോ ഇതാണ് ബേസ് അഡ്രസ്സ്. ഞാൻ ഈ സ്പേസ് കളയുന്നു. ഇവിടെ ഞാൻ ഇങ്ങനെ ആ ബേസ് അഡ്രസ്സ് കൊടുക്കുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു മെമ്മറിയിലോട്ട് പോവാം. അടുത്ത മെമ്മറി വരുന്നത് ജസ്റ്റ് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ സിസ്റ്റം മെമ്മറി എന്ന് പറഞ്ഞിട്ടൊരു മെമ്മറി ഇവിടെ കാണാൻ പറ്റും. ബേസിക്കലി ഇത് ROM ആണ്. ഓക്കെ, സിസ്റ്റം മെമ്മറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ROM ആണ്. സോ ആ ROMിൻ്റെ അഡ്രസ്സും കൂടെ ഞാനൊന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. ROMിൻ്റെ അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്തെടുത്തു. ആൻഡ് ഇവിടെ നമുക്ക് അതും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. #define ROM ബേസ് ADDR എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ആൻഡ് ഇവിടെ ഞാനത് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ROMിൻ്റെ കൂടെ ഞാൻ കൊടുത്തു. ഇനി അടുത്ത മെമ്മറി എവിടെ വരുന്നത് നോക്കാം. പിന്നെ ഇവിടെ ഒന്നും വരുന്നില്ല. പിന്നെ SRAM ആണ് വന്നിട്ടുള്ളത്. SRAMിൻ്റെ 2 ഡിവിഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ SRAM 1 എന്നും SRAM 2 എന്നും പറഞ്ഞിട്ട് നമുക്കതിനെ കൊടുക്കാം. ഓക്കെ, സോ SRAM 1 വരുന്നത് ഇവിടെയാണ്. 2 SRAM ഡിവിഷൻസ് ഉണ്ട്. സോ ഞാൻ ആ SRAMനെ ഇവിടെ മെൻഷൻ ചെയ്യുന്നു. SRAM 1നെ #define SRAM 1 ബേസ് ADDR. ഓക്കെ, അതിവിടെ കൊടുത്തു. ആൻഡ് ഇതായിരുന്നു അതിൻ്റെ അഡ്രസ്സ്. നമ്മളത് അവിടുന്ന് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് രണ്ടാമത്തത് നമുക്കിവിടെ കൊടുക്കാം. #define SRAM 2 _ ബേസ് ADDR എന്നിട്ട് നമുക്കിവിടെ കൊടുക്കാം. ആൻഡ് അത് വരുന്നത് ഇതാണ് അതിൻ്റെ അഡ്രസ്സ് വരുന്നത്. 2001C0001 വരുന്നത്. ഓക്കെ, സോ അത് ഞാനിവിടെ കൊടുത്തു. സോ നമ്മളിപ്പോൾ നമ്മുടെ മെമ്മറി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് അൺസൈൻഡ് ആണെന്ന് പറയാം. നിങ്ങൾക്ക് ഇതെല്ലാം U വെച്ച് കൊടുക്കാവുന്നതാണ്. നമുക്കിതെല്ലാം അഡ്രസ്സാണ്. നമുക്കിത് സൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. സോ ഇതെല്ലാം അൺസൈൻഡ് ആണെന്ന് പറയാം. ഞാനിവിടെ യും കൂടെ മെൻഷൻ ചെയ്ത് കൊടുത്തു. സോ നമ്മളിവിടെ ഇപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ളത് ഫ്ലാഷ് ബേസ് അഡ്രസ്സ് കൊടുത്തു, ROM ബേസ് അഡ്രസ്സ് കൊടുത്തു, SRAM 1 കൊടുത്തു, SRAM 2 കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ വേണമെങ്കിൽ ചെയ്യാം. ബിക്കോസ് ഈ SRAMിൻ്റെ ബേസ് അഡ്രസ്സും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. അതായത് SRAM 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തതിനാൽ ഇൻ ജനറിക്കലി നിങ്ങൾക്ക് വേണമെങ്കിൽ SRAM ഇങ്ങനെ പറഞ്ഞിട്ടും കൊടുക്കാം. #define SRAM ബേസ് ADDR എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അത് നമ്മുടെ SRAM 1ൻ്റെ ബേസ് അഡ്രസ്സിനോട് സെയിം ആണ്. സോ ഞാൻ ഇതന്നെ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. SRAM
കോപ്പി ആൻഡ് പേസ്റ്റ്. ഓക്കെ. സോ നമ്മുടെ മെമ്മറി റിലേറ്റഡ് എല്ലാ അതിൻ്റെ അഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിനകത്ത് നമുക്കിതിൻ്റെ ബസ് പെരിഫറൽസിൻ്റെ ബേസ് അഡ്രസ്സും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ബസ് പെരിഫറൽസിൻ്റെ ബേസ് അഡ്രസ്സ്, അതിനകത്തുള്ള രജിസ്റ്റേഴ്സിൻ്റെ ബേസ് അഡ്രസ്സ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിനകത്ത് നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ റെഫറൻസ് മാനുവൽ ചെക്ക് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുള്ളതെല്ലാം കറക്റ്റ് ആണെന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യുക. ആൻഡ് ഇതെല്ലാം നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ്.